തൃശ്ശൂർ ഒരു 3 വർഷം മുമ്പ് ഒരു സുനിൽ എന്ന് പറഞ്ഞൊരു സാറ് അദ്ദേഹം ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് തലയ്ക്ക് മാത്രമാണ് ഇഞ്ചുറി ഉണ്ടായത്. ഓക്കെ, അദ്ദേഹം നേരെ ഹോസ്പിറ്റലിൽ അയച്ചിട്ടായി ICUലായിരുന്നു. ഒരു 16 ദിവസം പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എന്നെക്കുറിച്ച് കേട്ട് എന്നെ വിളിക്കുന്നത്, നമ്മൾ ഹീലിംഗ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ ഹീലിംഗ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് മാറ്റം വരാൻ തുടങ്ങി. അത് ആ ലേഡിക്ക് യൂട്രസ് സംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അവർ ഗർഭിണിയാകില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ പറഞ്ഞ് അദ്ദേഹം നമ്മൾക്ക് റേക്കി പഠിക്കാൻ വന്നു. നമ്മൾ റേക്കി എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും പറയും അതൊരു ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്, പ്രേമത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഊർജ്ജമാണ് റേക്കി. അതുകൊണ്ട് തന്നെ അതൊരു ഇൻ്റലിജൻറ്റ് എനർജിയാണ്, കോൺഷ്യസ് എനർജിയാണ്, അവയർനെസ് ഉള്ള എനർജിയാണ്. നമ്മൾ ആക്ച്വലി ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ആനന്ദിക്കാനാണ്, സന്തോഷിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എവിടെയൊക്കെ കളഞ്ഞു പോയിരിക്കാം, നഷ്ടപ്പെട്ടു പോയിരിക്കാം. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് ആ ഹാപ്പിനെസ് തിരിച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റേതായ ഒരു പ്രോഗ്രാം തന്നെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ആൾക്കാർ സമീപിക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? അതൊരു നെഗറ്റീവ് എനർജിയുടെ പൊസിഷൻ കാരണം ഉണ്ടാകുന്നതാണോ? അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത് എങ്കിൽ അത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്? ഇതിന് നമുക്ക് സ്കാനിങ് എന്നൊരു മെത്തേഡുണ്ട്. അപ്പോൾ എൻ്റെ ചില സ്റ്റുഡൻസ് നന്നായിട്ട് സ്കാൻ ചെയ്യുന്നവരുണ്ട്. അവർ ഓറിക് ലെവലിലും അവരുടെ മറ്റ് ലെവൽസൊക്കെ നോക്കിയിട്ട് അവർക്ക് അറിയാൻ സാധിക്കും. ഈ സ്കാനിങ് എന്ന് പറയുന്നത് ടെക്നിക്കലി ആണോ? എനർജി സ്കാനിങ് എന്ന് പറയും. എനർജി വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ മെത്തേഡുണ്ട്. ഓറ സ്കാനിങ് ഉണ്ട്, അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ സ്കാൻ ചെയ്ത് അവർക്ക് മനസ്സിലാവും അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഹീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആ ഹീലിംഗ് എടുത്തിട്ട് ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു സോൾ ഹീലിംഗ് എന്നാണ് നമ്മൾ പറയാറ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹീലിംഗ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ വരികയാണെങ്കിൽ അപ്പോൾ ഈ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എൻ്റെ ഈ സ്കാനിങ് ആയിരിക്കും, അതോ ഞാൻ പറയുന്ന പ്രശ്നത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? പറയുന്ന പ്രശ്നത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താണ് പറയുന്നത്. പിന്നെ നോക്കിയിട്ട് നമുക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കും. സ്കാൻ ചെയ്ത് നോക്കി. പക്ഷെ ചില ആൾക്കാർ ഈ പ്രശ്നങ്ങൾ പറയാൻ തയ്യാറാവില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമുണ്ട്, പക്ഷെ ഞാൻ അത് പറയില്ല, പക്ഷെ അതുമായി അനുബന്ധമായ ബാക്കി പ്രശ്നങ്ങളൊക്കെ അങ്ങ് പറയും. അപ്പൊ നമുക്ക് ആ ഒരു മൂലകാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ റേക്കിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊരു എനർജി ഹീലിംഗ് ആണ്. ഇത് അതിന്റെ റൂട്ട് കോസിലേക്കായിരിക്കും പോകുന്നത്. റൂട്ട് കോസിലേക്കായിരിക്കും പറയണമെന്നില്ല. ഇപ്പൊ താങ്കൾക്കൊരു തലവേദന ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ ഒബ്വിയസ്ലി അപ്പോൾ തലവേദനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഹീൽ ചെയ്യുന്നത്. ഈ തലവേദനയുടെ കാരണം വയറാണെങ്കിൽ ഒരു 70% തലവേദന വയറുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ റേക്കി കൊടുക്കുമ്പോൾ എവിടെയാണോ അതിൻ്റെ പ്രശ്നം, അതിൻ്റെ റൂട്ട് കോസ് എവിടെയാണോ അവിടെ പോയി അതിനെ ഹീൽ ചെയ്തോളൂ. അതാണ് റേക്കിയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന രോഗിയുടെ ആ രോഗത്തിൻ്റെ പേരോ അതിൻ്റെ പാത്തോളജിയോ അല്ലെങ്കിൽ ആ അനാട്ടമിയോ ഫിസിയോളജിയോ ഒന്നും നമ്മൾ ഒരുപാട് അറിയേണ്ട കാര്യമില്ല. റേക്കി കൊടുത്താൽ മതി. റേക്കി എവിടെയാണോ പോകേണ്ടത് അവിടെ പോയിട്ട് അതിനെ ഹീൽ ചെയ്തോളൂ. അത് ഫിസിക്കൽ ലെവലാണെങ്കിൽ അങ്ങനെ, മെൻ്റൽ ഇമോഷണൽ ലെവലാണെങ്കിൽ അങ്ങനെ, അതല്ല എനർജറ്റിക് ആണെങ്കിൽ അങ്ങനെ, ആ തലത്തിൽ ഹീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രശ്നങ്ങളെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ എത്തരത്തിലുള്ള ഫിസിക്കൽ പ്രശ്നങ്ങളൊക്കെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ്? എല്ലാ പ്രശ്നങ്ങളും. ഇപ്പോൾ നമുക്കിപ്പോൾ ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ കുറച്ച് മാരകമായ രോഗങ്ങൾ, അതിന് നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും നല്ല രീതിയിൽ റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ക്യാൻസർ ഇപ്പോൾ കോമ സ്റ്റേജിൽ പോയ കേസ്, ഓക്കെ, അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് പറയാമോ? അങ്ങനെ തൃശ്ശൂർ ഒരു 3 വർഷം മുമ്പ് ഒരു സുനിൽ എന്ന് പറഞ്ഞൊരു സാറ് അദ്ദേഹം ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് തലയ്ക്ക് മാത്രമാണ് ഇഞ്ചുറി ഉണ്ടായത്. ഓക്കെ, അദ്ദേഹം നേരെ ഹോസ്പിറ്റലിൽ അയച്ചിട്ടായി ICUലായിരുന്നു. ഒരു 16 ദിവസം പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എന്നെക്കുറിച്ച് കേട്ട് എന്നെ വിളിക്കുന്നത്, നമ്മൾ ഹീലിംഗ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ ഹീലിംഗ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് മാറ്റം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റി, അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വീട്ടിലേക്ക് പോയി, അദ്ദേഹം ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ തന്നെ. കാര്യം എനർജിക്ക് മറ്റ് പല സാധനങ്ങൾക്കും അല്ലെങ്കിൽ മരുന്നുകൾക്കും എത്താൻ പറ്റാത്തിടത്തേക്ക് ഈ സൂക്ഷ്മമായ ഊർജ്ജത്തിന് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം അദ്ദേഹം ഒബിയസ്ലി ICUലായിരിക്കുമല്ലോ, ഹോസ്പിറ്റലായിരിക്കുമല്ലോ, അവിടെ മറ്റൊന്നിനും മരുന്നുകൾക്കല്ലാതെ മറ്റൊന്നിനും അവിടെ എത്തപ്പെടാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അത് ചെയ്തത് നമ്മൾ കോഴിക്കോടുള്ള എൻ്റെ ഒരു മാസ്റ്റർ ഹീലറൊക്കെ കൂടി ചേർന്നിട്ടാണ് ചെയ്തത്. ഓക്കെ, പല ദിക്കിൽ നിന്നാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നമുക്ക് മാറ്റാം. ഡിസ്റ്റന്റ് ഹീലിംഗ് ആണ് ചെയ്യുന്നത്. എല്ലാം ഡിസ്റ്റന്റ് ഹീലിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 99% നമ്മൾ ഡിസ്റ്റന്റ് ഹീലിംഗ് ആണ് ചെയ്യാറുള്ളത്. അടുത്തോട്ട് വരാൻ നിർബന്ധിക്കാറില്ല. ഇല്ല, ഞാൻ ചോദിക്കട്ടെ, അരോചകമായി തോന്നരുത്, പക്ഷെ നമ്മളിപ്പോൾ മെഡിക്കൽ സയൻസിനെ വരെ ചോദ്യം ചെയ്യുന്ന പോലെയല്ലേ ഇപ്പോൾ കോമയിലായ ഒരാളെ നമുക്ക് റേക്കി ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്നത്? മെഡിക്കൽ സയൻസിന് സാധിക്കാത്തത് റേക്കിക്ക് സാധിക്കും. ഇപ്പോൾ മെഡിക്കൽ സയൻസ് അതിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വാസ്റ്റായിട്ടൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും, പ്രത്യേകിച്ച് US-ലും കാനഡയിലും പല ഹോസ്പിറ്റലുകളിലും റേക്കി ഹീലേഴ്സിനെ വെക്കുന്നുണ്ട്. കാര്യം അവരുടെ ന്യൂസ് ലെറ്റേഴ്സിലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പം അതായത് ഈ റേക്കി ഹീലിംഗ് ചെയ്യുന്നത്
ഇൻഷുറൻസ് പരിരക്ഷയ്ക്കകത്ത് കൊണ്ടുവരാൻ അവർ നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും അഡ്വാൻസ്ഡ് ആയ ലെവലിലേക്ക് മാറും. ഇന്ത്യയിലെ പല ഹോസ്പിറ്റലും അത് ചെയ്യുന്നുണ്ട്, റേക്കി ഹീലേഴ്സിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഏതെങ്കിലും മെഡിക്കൽ സപ്പോർട്ടിംഗ് ടീം അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽസ്, ഡോക്ടേഴ്സ് അങ്ങനത്തെ ഉള്ള ആൾക്കാർ വന്ന് സംസാരിക്കാറുണ്ടോ? ഒരുപാട് ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. പല ആൾക്കാരും നമുക്ക് ഇതുപോലെ അവർ തന്നെ പറയാറുണ്ട്, ചിലത് അവരുടെ കയ്യിലല്ല. അപ്പം നമ്മളെപ്പോലുള്ളവരുടെ ഹെൽപ്പ് അവർ സ്വീകരിക്കാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ട്സും കിട്ടുന്നുണ്ട്. ഇതൊരു അന്ധവിശ്വാസമാണോ എന്ന് ചോദിക്കാറില്ലേ ആൾക്കാർ? ഇത് നമ്മുടെ ഒരു അനുഭവമാണ്. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിവില്ലാത്തൊരു സാധനത്തിനെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത്. അനുഭവമായി കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അതൊരു വിശ്വാസമല്ല, ആണോ? അല്ല, ഇതൊരു അനുഭവമാണ്. അനുഭവമായി കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നൊന്നും വിശ്വസിക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ അല്ലേ? അനുഭവമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അനുഭവമായ ഒരു കാര്യമാണത്. വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ എനിക്ക് മാറ്റങ്ങൾ കൊണ്ടു തന്ന ഒരു ലൈവ് എക്സാമ്പിൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് ആളുകളിലേക്ക് എത്തിക്കണമെന്ന് തീവ്രമായി ആഗ്രഹിച്ച് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ഒരു നല്ല രീതിയിൽ ഞാനൊരു ലോകത്തിലെ ഏറ്റവും വലിയൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഞാൻ, ബാംഗ്ലൂരിൽ. അവിടെ നിന്നാണ് ഞാൻ അത് ജോലി ഉപേക്ഷിച്ച് വരണമെങ്കിൽ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അത് എനിക്ക് ഒരുപാട് സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. ഒരു 1000-ൽ പരം ആളുകളെ പഠിപ്പിക്കാൻ പറ്റി. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. സാർ, ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ മെൻ്റൽ ആൻഡ് ഇമോഷണൽ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ. കൂടുതൽ പറഞ്ഞാൽ ഡിപ്രഷൻ, BPD പോലത്തെ അസുഖങ്ങൾ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഓഫ് പേരുകളാണ് നമ്മളിപ്പോൾ ഫ്രീക്വൻ്റ്ലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെൻ്റൽ സ്ട്രെസ്സ് കൂടുന്നത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത്തരത്തിലുള്ളവരെ എങ്ങനെയാണ് നമ്മൾ തിരിച്ച് നോർമലാക്കാൻ നമുക്ക് സാധിക്കുന്നത്? എല്ലാത്തിനും ഒരു മരുന്ന് തന്നെയാണ് റേക്കിയിൽ. ആ എനർജി കൊടുക്കുക. ഇതിന് ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ചക്രാസിൽ എനർജി കൊടുക്കുക. ആ ചക്രാസിൽ എനർജി കൊടുക്കുക. ഇല്ല ഇനി അവർക്ക് വേറെ എവിടെയെങ്കിലും ഓർഗൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ കൂടുതൽ എനർജി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി എന്നുള്ളത്. ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എഴുതി കൊടുക്കാൻ തയ്യാറാണ്. കൃത്യമായിട്ട് റേക്കി പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ അവർക്ക് ആ സ്ട്രെസ്സോ ആൻസൈറ്റിയോ ഡിപ്രഷനോ അവർക്ക് ഉണ്ടാവില്ല. നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരേ സമയം 2 പേരുടെ സ്വഭാവത്തിൽ പെരുമാറുക, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളത് തിരിച്ച് അയാളുടെ നോർമലായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള കൗൺസിലിങ്ങുകൾ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ റേക്കി മാത്രം ചെയ്യുകയാണെങ്കിൽ ഈ മെഡിക്കേഷൻസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അതിന് സാധിക്കും. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടത് പറയുന്നില്ല, ബട്ട് ഇറ്റ് വിൽ ഹെൽപ്പ്. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നമുക്ക് റേക്കി ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എന്ത് മറ്റ് തെറാപ്പിയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരം പറഞ്ഞൊരു കേസ് ഉണ്ടെങ്കിൽ നമുക്ക് റേക്കിയും ചെയ്യാം. പതുക്കെ അവരുടെ മെഡിസിൻസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നല്ല രീതിയിൽ അവർക്ക് മാറ്റം ഉണ്ടാകും. ഒറ്റയടിക്ക് മാറ്റിത്തരാമെന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ. അവരെ ഹെൽപ്പ് ചെയ്യും, തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ എന്തായാലും അവരുടെ പ്രശ്നങ്ങൾ പറയുമായിരിക്കും. നമ്മുടെ ശരീരം നമുക്കറിയാം, എനർജി എന്ന് പറയുന്നത് എനർജി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും, നമുക്കത് ഒമിറ്റ് ചെയ്യാനും സാധിക്കും. ആ സമയത്ത് ഇപ്പം ഞാനിരുന്ന് എൻ്റെ കുറേ പ്രശ്നങ്ങൾ പറയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ മേത്തൊരു നെഗറ്റീവ് എനർജി ഉണ്ട്, അതിനെ ഞാൻ പുറത്തേക്ക് കളയുകയാണ്. ലൈക്ക് ഒബ്വിയസ്ലി ഞാൻ സാറിനോട് എൻ്റെ പ്രശ്നങ്ങൾ പറയുന്നതിനൊപ്പം അത് ഹീൽ ചെയ്യുന്നതിനോടൊപ്പം അത് പുറത്തേക്ക് പോവുകയാണ്. അത് സാറിനെ ബാധിക്കാനുള്ള സാഹചര്യങ്ങളില്ലേ? നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അവിടെയും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രൊട്ടക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൊട്ടക്ഷൻ ഇട്ടിട്ടായിരിക്കുള്ളൂ നമ്മൾ മറ്റൊരാളെ ഹീൽ ചെയ്യാൻ പോവുക. അതുകൊണ്ട് സാധ്യത വളരെ കുറവാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടേതായ മെത്തേഡ്സ് ഉണ്ട് അതിനെ ക്ലിയർ ചെയ്ത് കളയാനായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 18 വർഷമായിട്ട് റേക്കി ഹീലിംഗ് ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ 1000-ൽ പരം ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു 10,000-ൽ മേളിൽ ആൾക്കാരെ ഹീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് എനർജി പൊസിഷൻ അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ കുഞ്ഞു കുട്ടികളിൽ വരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നിർത്താതെ കരയുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഓരോന്ന് കണ്ട് പേടിക്കുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പുറത്ത് നമുക്ക് കുറേ പേര് ഫോൺ വിളിക്കുകയുണ്ടായി. കാരണം ഈ പോസ്റ്റ് പാർട്ടം അതിനെ കുറിച്ചിട്ടായിരുന്നു ആ വീഡിയോ വന്നിരുന്നത്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷനും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെ പൊസിഷൻ മൂലം, അതല്ലെങ്കിൽ പണ്ട് ഇവർ പോയ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നിന്ന് കിട്ടിയ ഒരു എനർജി, ചിലപ്പോൾ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ പോയ ഒരു സ്ഥലത്ത് നിന്നുണ്ടായ പ്രശ്നം ആ കുഞ്ഞിനെ ബാധിക്കുന്ന സാഹചര്യം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ്? എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളാണ്, അവരെ നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും റേക്കി എനർജി വളരെ സേഫാണ്. നമ്മൾ റേക്കി എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും പറയും അതൊരു ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. പ്രേമത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഊർജ്ജമാണ് റേക്കി. അതുകൊണ്ട് തന്നെ അതൊരു ഇൻ്റലിജൻറ്റ് എനർജിയാണ്, കോൺഷ്യസ് എനർജിയാണ്, അവയർനെസ് ഉള്ള എനർജിയാണ്. ആ കാരണത്താൽ നമുക്ക് ആർക്ക് വേണോ റേക്കി കൊടുക്കാം.
കൊച്ചുകുട്ടികൾക്കോ ശിശുക്കൾക്കോ ഗർഭിണികൾക്കോ ഗർഭസ്ഥാവസ്ഥയിലുള്ള ശിശുക്കൾക്ക് പോലും നമുക്ക് റേക്കി കൊടുക്കാവുന്നതാണ്. വളരെ സേഫാണ്. ഈ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തിന് കോംപ്ലിക്കേഷൻസ് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ടും നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന കേസ് നമ്മളെ വിളിച്ച് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് നല്ല മാറ്റങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ആക്ച്വലി അത് വളരെ ഈ ജനിച്ച പാടെ നമ്മൾ ഈ ഇൻക്യുബേറ്ററിലൊക്കെ വെക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്റ്റന്റ് ഹീലിംഗ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട്സ് നമുക്ക്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാമോ, ബാക്ക് ടു ലൈഫ് ആ കുഞ്ഞു വന്നതിന്റെ? ഇപ്പം കുറച്ച് ഇവിടെ തൃശ്ശൂരുള്ള അത് ആ ലേഡിക്ക് യൂട്രസ് സംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഗർഭിണിയാകില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ പറഞ്ഞ് അദ്ദേഹം നമ്മളുടെ റേക്കി പഠിക്കാൻ വന്നു, കൃത്യമായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തു. ആൾ പിന്നെ ഗർഭിണിയായി, ആ കുഞ്ഞ് വന്നു. ആ കുഞ്ഞ് വന്ന് അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തോ ചെറിയ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ വിളിച്ച് പറഞ്ഞ് നമ്മൾ ആൾക്ക് ഹീലിംഗ് ഒക്കെ കൊടുത്തു. അമ്മയ്ക്ക് കുഞ്ഞിന് ചെറിയ ഹീലിംഗ് കൊടുത്തു. നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുട്ടിക്ക്. ഓക്കെ, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്നവർക്ക് റേക്കി ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്? തീർച്ചയായിട്ടും നല്ല. ഇപ്പോൾ കുറച്ച് കേസുകൾ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള കുറച്ച് കേസുകൾ. റേക്കി എനർജി എല്ലാ തലങ്ങളിലും വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതായത് ഫിസിക്കൽ ആയിക്കോട്ടെ, മെൻ്റൽ ആയിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, സ്പിരിച്വൽ ആയിട്ട് അല്ലെങ്കിൽ എനർജറ്റിക് ആയിക്കോട്ടെ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പം എൻ്റെ മുന്നിൽ ഇപ്പോൾ 2-3 നടക്കുന്ന ചില വന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കൽ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, പക്ഷേ അവർക്ക് കുട്ടികളുണ്ടാകുന്നില്ല. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ 1-2 ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. ഓക്കെ, ഇന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ആ ചിന്ത ബോഡി ഏറ്റെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന ചിന്തയാണോ? ഇല്ല എന്നുള്ളതല്ല, കുട്ടികളുണ്ടാകാൻ ലൈക്ക് ആ മാതൃത്വത്തെ അവരൊന്ന് സംശയിച്ച ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ അവരോട് പേഴ്സണലി ചോദിച്ച ചില ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ആ ചോദ്യങ്ങൾ ചോദിച്ചു പറഞ്ഞു. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നല്ല, ചിന്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഹീൽ ചെയ്യാം. ഓക്കെ, കാര്യം നമ്മുടെ ഈ ചിന്ത ഈ ബോഡി ഏറ്റെടുക്കും. അതായിരിക്കാം ചിലപ്പോൾ ഈ കുട്ടികളുണ്ടാകാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം. അത് നമ്മൾ പിന്നെ തിരിച്ച് റിക്കവർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും, ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഒരുപാട് പേർക്ക് ഹോർമോണൽ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം എത്രയോ പൈസ മുടക്കിയിട്ടാണെങ്കിലും ഒരു കുഞ്ഞുണ്ടായാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ അതിനെ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കില്ലേ? നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ, റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഈ ഹീലിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. റിലേഷൻഷിപ്പുകളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്ന ഒരു കാലമല്ലേ? അതെ. അപ്പോൾ ഞാൻ പറയാറുണ്ട്, എല്ലാ റിലേഷൻഷിപ്സും നമുക്ക് സന്തോഷം കൊണ്ടുവരണം. അങ്ങനെ തരുന്നില്ലെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാളെ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മളിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ വേൾഡിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ് നമ്മുടെ ഔട്ടർ വേൾഡിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നർ വേൾഡിലുള്ള മുറിവുകൾ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഔട്ടർ വേൾഡ് തനിയെ മാറാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ റേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഉള്ളിലെ ആ മുറിവുകൾ ഉണങ്ങുമ്പോൾ പതുക്കെ അത് മറ്റുള്ളവരിലേക്ക് ആ എനർജി ട്രാൻസ്മിഷൻ ഉണ്ടാകും. ഓക്കെ, ഇവിടുന്ന് പോകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസായി മാറും, തിരിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ഇങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, റേക്കി പഠിച്ചതിന് ശേഷം അത്ഭുതകരമെന്ന രീതിയിൽ അവരുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഓഫീസിലെ മറ്റുള്ളവരുമായിട്ടുള്ള ആ ബന്ധമൊക്കെ ഭയങ്കരമായിട്ട് ബെറ്ററായി. അത്ഭുതം. ഈ ഭയങ്കര കലിപ്പുള്ളവർ അല്ലെങ്കിൽ ഭയങ്കരമായി പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുണ്ട്, അതേസമയം പെട്ടെന്ന് ഇമോഷണൽ ആവുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമുക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും കൺട്രോൾ എന്നുള്ളതിനപ്പുറം ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അമിതമായ ദേഷ്യം ഇതെല്ലാം നമുക്ക് വേണം. ഈ ഇമോഷൻസ് എല്ലാം നമുക്ക് വേണം. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇമോഷൻസ് കൊണ്ട് ബിൽഡ് ചെയ്തതാണ്. ഓക്കെ, ഇമോഷൻസ് എല്ലാം വേണം. അത് നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരുമ്പോഴാണ് അതൊരു പ്രശ്നമായി മാറുന്നത്. ഓക്കെ, ഇമോഷണൽ ബാലൻസ് ആണ് വേണ്ടത്. ദേഷ്യം ആവശ്യത്തിന്, ചെറിയ ആവശ്യത്തിന് വേണം അല്ലേ? ഓക്കെ, ഇതെല്ലാം ചേരുന്നതാണ് മനുഷ്യനെന്ന് പറയുന്നത്. പക്ഷെ അത് അൺകൺട്രോളബിളായി മാറുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടായി മാറുന്നത്. അതിനെ നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ സാധിക്കും. ഈ റേക്കി നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ സാധിക്കും. സെൽഫായിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ ഞാൻ താങ്കളെ റേക്കി പഠിപ്പിച്ചാൽ, ആ വിദ്യ നിങ്ങളെ പഠിപ്പിച്ചാൽ, ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനത് പഠിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ എനിക്കൊരാളുടെ സഹായമൊന്നും വേണ്ട. അല്ലാതെ താങ്കൾക്ക് തന്നെ താങ്കളെ ഹീൽ ചെയ്യാം, താങ്കൾക്ക് ചുറ്റുമുള്ളവരെ ഹീൽ ചെയ്യാം, താങ്കൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഭൂമിയിൽ ആർക്ക് വേണോ ചികിത്സ കൊടുക്കാം.
ഓക്കെ. ഇതെങ്ങനെയാണ്, ഇത് പഠിക്കേണ്ട ഒരു രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? റേക്കിയുടെ പഠനം നാം ഇതുവരെ പഠിച്ചല്ലോ, നോക്കി പഠിക്കുകയോ വായിച്ചു പഠിക്കുകയോ കണ്ടു പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ധ്യാനം ചെയ്തിട്ടല്ല റേക്കി. മന്ത്രങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമല്ല. ഓക്കെ, ഇതൊരു ഇനിഷ്യേഷനാണ് അല്ലെങ്കിൽ അറ്റ്യൂൺമെൻ്റ് ആണ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് റേക്കി പഠിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ വരുമ്പോൾ എൻ്റെ ജോലി താങ്കളെ റേക്കി തമ്മിലൊന്ന് കണക്ട് ചെയ്യാം, ഒന്ന് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരിക. വൺസ് ഇൻസ്റ്റാൾ ചെയ്താൽ അതിനൊരു പ്രോസസ്സാണ്, അതിന് അറ്റ്യൂൺമെൻറ്റ് പ്രോസസ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു അരമണിക്കൂർ പ്രോസസ്സ്. ഈ അരമണിക്കൂർ പ്രോസസ്സ് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കലാണ് ഇവിടെ ചെയ്യേണ്ടത്. വെറുതെ കണ്ണടച്ചിരുന്നാൽ മാത്രം മതി, ഒന്നും ചെയ്യേണ്ട. ചിന്തകൾ വന്നോട്ടെ, ഒരു പ്രശ്നമില്ല. കണ്ണടച്ച് ഓപ്പണായിട്ടിരിക്കുക ഒരു അരമണിക്കൂർ. അപ്പം നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് തരുന്ന ആ പ്രോസസ്സിനാണ് അറ്റ്യൂൺമെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. വൺസ് ആ പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോൾ റേക്കിന്ന് വിചാരിച്ചാലും നിങ്ങളുടെ കൈകളിലൂടെ ആ എനർജി ഒഴുകാൻ തുടങ്ങും. ആ ഒഴുകി വരുന്ന റേക്കി ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലേക്ക് കൊടുത്ത് ആ ഭാഗങ്ങളെ എനർജൈസ് ചെയ്യുന്നത് മാത്രമാണ് നമ്മുടെ റേക്കിയുടെ പ്രാക്ടീസ്. വളരെ സിമ്പിളാണ്. നമ്മുടെ ശരീരത്തിൽ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ 28 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ആ 28 പോയിൻറ്റ്സ് ഒന്ന് കേൾക്കുമ്പോൾ മർമ്മ പോയിൻറ്റ്സ് ആണോ എന്ന് സംശയം തോന്നും. അല്ല, നമ്മുടെ കണ്ണ്, കാത്, ലിവർ, പാൻക്രിയാസ്, കാൽമുട്ട്, കാൽപാദം, നമ്മുടെ ശരീരത്തിലെ അംഗങ്ങളിലേക്ക് കൈവച്ച് റേക്കി കൊടുത്ത് അതിനെ എനർജൈസ് ചെയ്യുന്നതാണ് നമ്മുടെ റേക്കിയുടെ പ്രാക്ടീസ്. അപ്പോൾ അതിൻ്റെ പഠനം വളരെ സിമ്പിളാണ്. അതിൻ്റെ പ്രാക്ടീസ് ആർക്കും പഠിക്കാം. ഞാനൊരു 9 വയസ്സ് മുതൽ ഒരു 80-89 വയസ്സ് വരെയുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അത്ര വയസ്സ് എന്ന് വെച്ചാൽ 89 വയസ്സെന്നൊക്കെ പറയുമ്പോൾ പഠിക്കണമെന്നുള്ള ആഗ്രഹം മാത്രം മതി ഇത് പഠിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. വേറൊരു കോളേജ്, ചില ആൾക്കാർ പറയും ചില നക്ഷത്രക്കാർക്ക് പഠിക്കാം, അതല്ലെങ്കിൽ ചില ട്രീറ്റ്സ് വേണം ഇത് പഠിക്കാൻ എന്നൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ പറയുന്നത് റേക്കി പഠിക്കണം എന്ന ആഗ്രഹം മാത്രമാണ് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ. റേക്കി പഠിക്കണമെന്ന് ആർക്ക് ആഗ്രഹമുണ്ടോ അവൻ ഇതിന് അർഹനാണ്, യോഗ്യനാണ്. ഈ കൈകൾ കൊണ്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. നമുക്ക് ഈ കൈകളിൽ ഒരുപാട് രേഖകളുണ്ട്. ഈ രേഖകളും റേക്കിയുമായി എന്തെങ്കിലും ഒരു ബന്ധമില്ല. അത് പാമിസ്ട്രിയാണ്, ബന്ധമില്ല. നമ്മുടെ കൈകളിലൂടെ പ്രൈമറിലി റേക്കി അയക്കുന്നത് കൈകളിലൂടെയാണെന്ന് മാത്രം. കൈകളിലൂടെ മാത്രമല്ല, നമുക്ക് ആജ്ഞാചക്രത്തിലൂടെ, കണ്ണിലൂടെ, ശ്വാസത്തിലൂടെ. ഈ കല്ലുകൾ കൊണ്ടൊക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ക്രിസ്റ്റൽ ഹീലിംഗ് എന്ന് പറയും. അത് റേക്കിയുടെ പാർട്ടൊന്നുമല്ല, പക്ഷേ റേക്കി ഉപയോഗിച്ച് ഈ കല്ലുകളെ നമുക്ക് എനർജൈസ് ചെയ്യാം. കല്ലുകളുടെ ഗുണമെന്ന് പറഞ്ഞാൽ ആ കല്ലുകളിലേക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു നിശ്ചിത എനർജി കല്ലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന് ഒരു 100 or 1000 ടൈംസ് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പുറത്തേക്ക് അയക്കും. അതാണ് കല്ലുകളുടെ. അതുകൊണ്ട് നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കല്ലുകൾ ഉപയോഗിക്കും. പിന്നെ ഓരോ കല്ലുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. സെമി പ്രഷ്യസ് കല്ലുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. ആ കല്ലുകൾ ഇപ്പം അമത്തിസ്റ്റ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് കാം ഡൗൺ ചെയ്യും, ഉറങ്ങാൻ വളരെ നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ ടൈഗർ ഈ കോട്ട്സ് എന്ന് പറയുന്ന ഒരു കല്ലുണ്ട്. നമുക്ക് പ്രൊട്ടക്ഷന് അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടൈഗർ സൈ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിന് നമ്മുടെ ഉള്ളിലുള്ള ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഓരോ ഇപ്പം നമ്മൾ സ്ഫടികം എന്ന് കേട്ടിട്ടുണ്ട്, ക്ലിയർ കോട്ട്സ്. ഓക്കെ, നമ്മുടെ ഇൻ ആൻഡ് ബാലൻസ് ചെയ്യാനായിട്ട്, ബോഡിയുടെ ചൂട് കുറയ്ക്കാനൊക്കെ ഈ ക്രിസ്റ്റൽ യൂസ് ചെയ്യാം. അപ്പം അത് ക്ലാസിക്കൽ റേക്കിലുള്ളതല്ല, പക്ഷേ ക്രിസ്റ്റൽസ് നമുക്ക് റേക്കി വെച്ച് എനർജൈസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാം. അതുകൊണ്ടാണോ ഈ ഹീലേഴ്സ് ഇപ്പോൾ സാറടക്കം ഒരുപാട് കയ്യിൽ മുത്തുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഒരുപാട് മോതിരം ഇടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മീൻസ് അതിൻ്റേതായിട്ടുള്ള ഗുണം ഉള്ളത് കൊണ്ടാണ്. ഓരോ കല്ലുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് കല്ലുകൾ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. ഈ കരിങ്ങാലിയുടെ മുത്തുകൾ പോലെ ബ്ലാക്ക് സ്റ്റോൺസ് പൊതുവേ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. ബ്ലാക്ക് ടർമലിൻ, ബ്ലാക്ക് ഒണിക്സ്, ഇതൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതല്ല. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കള്ള് കുടിക്കുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടവരെ നമുക്ക് അതിൽ നിന്ന് മുക്തരാക്കാൻ റേക്കി കൊണ്ട് സാധിക്കും എന്നുള്ളത്. അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവാൻ പോകുന്ന ഒരു പോയിന്റ് ആയിരിക്കും അത്. കാരണം നമുക്ക് ഒരാളെ പറഞ്ഞു തിരുത്തുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഇത് അയാൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ലല്ലോ. നല്ലത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിട്ട് എനിക്കതിന് തോന്നി. അതിൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുള്ള മറ്റൊരു മേഖലയാണ് ഇതുപോലെ അഡിക്ഷൻസ് എന്ന് പറയുന്നത്. 2 രീതിയിലാണ് അഡിക്ഷൻ്റെ ആൾക്കാർ വരുന്നത്. ഒന്ന്, ആ വ്യക്തി അത് അഡിക്ഷന് അടിമപ്പെട്ട ആ വ്യക്തി പറയാറുണ്ട് എനിക്കിതിൽ നിന്ന് മോചനം വേണം. അത് നമുക്ക് കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ്. ഓക്കെ, അവരുടെ സഹകരണം കൂടെ ഉണ്ടാവും. 2, ആ വ്യക്തിയുടെ അച്ഛനോ അമ്മയോ ഭാര്യയോ മകനോ മകളോ ആയിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്, ഇതെങ്ങനെയെങ്കിലും ചെയ്തു തരാം. അപ്പോഴാണ് അവരറിയാതെ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡെന്ന് വെച്ചാൽ ഹീലിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ഈ അഡിക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചക്രാസ് എന്നൊക്കെ പറഞ്ഞല്ലേ, അഡിക്ഷൻസിന് ചില ചക്രാസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ,
ഇപ്പം മദ്യമാണെന്നുണ്ടെങ്കിൽ അത് സ്വാധിഷ്ഠാനവും മണിപ്പൂരവും എന്നൊക്കെ പറയും. ഓക്കെ, ഈ 2 ചക്രങ്ങളും ബന്ധപ്പെട്ടിട്ടാണ്. അഡിഷൻസ് കൂടുതലും സ്വാധിഷ്ഠാനം ബന്ധപ്പെട്ടിട്ടാണ് വരാറ്. അപ്പോൾ ആ ചക്രത്തിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് ഇദ്ദേഹം ഈ മദ്യപാനം ചെയ്യുന്നത്. അതിൽ നമ്മൾ ആവശ്യത്തിന് എനർജി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പതുക്കെ 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 ഇദ്ദേഹത്തിന് അതിൽ നിന്ന് ഒന്ന് വിഡ്രോവൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അത് സാധ്യതയുണ്ട്. നല്ല രീതിയിൽ മാറ്റം വരും. പക്ഷെ അടുപ്പിച്ച് കുറച്ചാൾ ചെയ്യണം. നമ്മൾ ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ആൾക്കാരെ കൊണ്ടാക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് മദ്യം കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക്, എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്ക് പിന്നെ മദ്യം കാണുമ്പോഴേ പ്രശ്നങ്ങളാണ്. പക്ഷെ അങ്ങനെ വേണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം ഒരു മിതമായ നിരക്കിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ. പക്ഷെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കൺട്രോൾ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അവിടെ ഒരു ഇംബാലൻസ് വരുന്നത് കൊണ്ടാണ് നമ്മളിൽ ഈ ചക്രാസിലുള്ള ഇംബാലൻസ് കൊണ്ടിട്ടാണ് ഓരോ മനുഷ്യരും ഓരോ രീതിയിൽ പെരുമാറുന്നത്. ആ ബാലൻസിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് സെൽഫ് കൺട്രോൾ ഒക്കെ കിട്ടും. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും നമ്മൾ ജീവിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാപ്പിനെസ് ആണ് എല്ലാവർക്കും വലുത്. സ്വന്തം ഹാപ്പിനെസ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്നവരുടെ ഹാപ്പിനെസ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ഇല്ലാത്തതും അത് തന്നെയാണ് ഹാപ്പിനെസ്. ട്രൂ ഹാപ്പിനെസ് എന്ന് ഞാൻ പറയും. ഫേക്കായിട്ട് അഭിനയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. പക്ഷേ ഈ ഹാപ്പിനെസ് കിട്ടാൻ എങ്ങനെയാണ് റേക്കി കൊണ്ട് സാധിക്കുക, അല്ലെങ്കിൽ അത് എന്തെങ്കിലും വഴിയുണ്ട്? ഓക്കെ, ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ റേക്കി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് റിലാക്സേഷനാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നതിൻ്റെ ഫിസിയോളജിക്കൽ റീസൺ എന്താണ്? ചില ഹോർമോണുകൾ. ആക്ച്വലി നമ്മളെന്ന് പറഞ്ഞാൽ വേറെ ബഞ്ച് ഓഫ് കെമിക്കൽസ്, കുറേ കെമിക്കൽസാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കെമിക്കൽസിനെ ഹോർമോൺസ് എന്ന് പറയും. ഓക്കെ, അതിൽ തന്നെ നമുക്ക് സന്തോഷത്തെ കൊണ്ടുവരുന്ന ഹോർമോൺസിനെ നമ്മൾ ഹാപ്പി ഹോർമോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റേക്കി കൊടുക്കുമ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ബോഡിയിലുണ്ടാവും, അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. പലപ്പോഴും പല ഹീലിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയാറുണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാകും. ഓക്കെ, ഞാൻ എൻ്റെ മുന്നിലേക്ക് വരുന്ന ആൾക്കാരോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഓക്കെ, നമുക്ക് ഈ ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ബി ഹാപ്പി. നമ്മൾ ഹാപ്പി ആവുക. നമ്മൾ ഹാപ്പിയായി നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമുക്ക് ഹാപ്പി ആക്കാൻ സാധിക്കും. ഒരാൾ കൃത്യമായിട്ട് റേക്കി പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ അവരുടെ ഉള്ളിലെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് നമുക്കതിങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. റേക്കി ഹീലിംഗ് നല്ല രീതിയിൽ നമുക്കത് മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് കാരണം ഇതാണ്. ഓക്കെ, കറക്റ്റായിട്ടുള്ള ഈ ഹോർമോൺ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകും. അതിനുവേണ്ടി എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകൾ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആളുകളെ പരമാവധി ആനന്ദാവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാര്യം ഇന്ന് ആളുകൾക്ക് സന്തോഷിക്കാൻ മടിയാണ്, ചിരിക്കാൻ മടിയാണ്. കാര്യം ഇന്ന് ചിരിച്ചാൽ നാളെ കരയേണ്ടി വരും എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മൾ ആക്ച്വലി ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ആനന്ദിക്കാനാണ്, സന്തോഷിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എവിടെയൊക്കെ കളഞ്ഞു പോയിരിക്കുകയാണ്, നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് ആ ഹാപ്പിനെസ് തിരിച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റേതായ ഒരു പ്രോഗ്രാം തന്നെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് ശിവോഹം എന്നാണ്. ആ പേരിടാൻ കാരണം അതിൻ്റെ ടാഗ്ലൈനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ദ ജേർണി ടു ശിവ കോൺഷ്യസ്നസ് എന്നാണ്. ദ ജേർണി ടു ശിവ കോൺഷ്യസ്നസ്, ശിവതത്വത്തിലേക്കുള്ള യാത്ര. അപ്പോൾ ആരാണ് ശിവൻ? സത്ത് ചിത്ത് ആനന്ദമാണ് ശിവൻ. ആ ആനന്ദാവസ്ഥയിലേക്ക് ഓരോരുത്തരെയും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഈ ശിവോഹം എന്ന് പറയുന്നത്. അതൊരു 4 day റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്, 4 ദിവസം കംപ്ലീറ്റ് റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള പ്രോസസ്സുകളുണ്ട്, ഒരുപാട് ധാരണകളുണ്ട്, മെഡിറ്റേഷൻസ് ഉണ്ട്, ദീക്ഷകളുണ്ട്, അറ്റ്യൂൺമെൻറ്റ്സ് ഉണ്ട്, ആക്ടിവേഷൻസ് ഉണ്ട്. അത് വരുന്ന ആളായിരിക്കില്ല തിരിച്ച് പുറത്തിറങ്ങി പോകുന്നത്. പുതിയൊരു വ്യക്തിയായി ഈ ജീവിതത്തെ ആസ്വദിക്കാൻ ഞാൻ, അല്ലെങ്കിൽ ഈ ആനന്ദത്തോടു കൂടി ഈ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പ്രോഗ്രാം ചെയ്തത്. ഓക്കെ, എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമുക്ക് ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.